ഹായ്, ഇന്ന് നമുക്ക് ബീഫ് മസാല എങ്ങനെ ഉണ്ടാക്കുക നോക്കുക. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് കൊടുക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ബീഫ് മസാല ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് ബീഫ് മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റണം കേട്ടോ. തക്കാളി, പച്ചമുളക് ഒന്ന് അരച്ചിട്ട് വരാം. കഴുകിയിട്ട് ഉള്ളി ആദ്യം വഴറ്റി, പിന്നെ പച്ചമുളകും വലിയ ജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി 4 പാടൊക്കെ അരച്ചിട്ട് അതാണ് കേട്ടോ. അത് ഇതിലിട്ടു. നല്ല ഈ പച്ചമണം പോണ വരെ നല്ല ഈ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. പച്ചമണം പോണ വരെ ഒന്ന് വെക്കണം. ഉപ്പിട്ടിരുന്നു കേട്ടോ. കുറച്ചും കൂടെ ഇടുന്നുണ്ട്. ആദ്യം വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ എല്ലാം വഴറ്റി കേട്ടോ. ഉണ്ടോ ഇത് നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ആവണം. നല്ല വെന്തിട്ട് ഉള്ളിയൊക്കെ കണ്ടില്ലേ, നല്ലതായിട്ടുണ്ട്. വെന്തിട്ട് നല്ല ഉള്ളി കാണാനേ ഇല്ല, കണ്ടില്ലേ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തക്കാളി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടി നമുക്ക് പച്ചമുളക് അരച്ച മിക്സിയിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഒഴിച്ചു കേട്ടോ. തക്കാളി വേവാനുള്ള വെള്ളം അതും നല്ല ഉടഞ്ഞ് കിട്ടണം കേട്ടോ. അതിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം വഴറ്റിയിട്ടുണ്ട്. നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് ബീഫ് അതിലിട്ട് കൊടുക്കാം.
10 മിനിറ്റ് അങ്ങനെ തിളക്കട്ടെ കേട്ടോ. എല്ലാം ബീഫിലൊക്കെ ഈ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നല്ല വെന്തിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഉണ്ടോ. ബീഫ് മസാല റെഡിയാണ് കേട്ടോ. ഇനി ഇട്ടപ്പെട്ടിട്ട് ഓഫാക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. നല്ല എന്തോ ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പം ഞാൻ പിന്നെ നിങ്ങളോട് അത് പറയാൻ വിചാരിച്ചു. പിന്നെ എങ്ങനെ ഇങ്ങനത്തെ കളറ് കിട്ടിയെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കൂലേ? ക്ഷമിക്കുക. മീറ്റ് മസാല മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിട്ടിട്ട് ആ പച്ചമണമൊക്കെ പോണ വരെ ഞാൻ വഴറ്റി. അത് കഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. താങ്ക് യു.